ഹലോ, എല്ലാവർക്കും ടോക്സ് ഓൺ ബോൺസ് മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും വീഡിയോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു ടേബിൾ ഡാറ്റ എക്സ്ട്രാക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ പാർട്ട് 1 ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവുക. അതായത് ഒരു വിക്കി പേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം അതിലുള്ള ഒരു ടേബിൾ ഡാറ്റേനെ എങ്ങനെ നമുക്ക് UiPath വെച്ചിട്ട് ഈസി ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്യാമെന്നും അത് വെച്ചിട്ട് എങ്ങനെ ഒരു ഓട്ടോമേഷൻ കണ്ടിന്യൂ ചെയ്യാന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റുഡിയോയിലേക്ക് പോകാം. ഞാനിപ്പോൾ UiPath സ്റ്റുഡിയോയിൽ ഒരു വിക്കി ടേബിൾ എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ നിങ്ങൾക്ക് ആദ്യം വെബ്സൈറ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ലിസ്റ്റ് ഓഫ് ഡാംസ് ആൻഡ് റിസർവോയേഴ്സ് ഇൻ കേരള ഇങ്ങനെ ഒരു URL ഒരു വിക്കി പേജ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് സ്ക്രാപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡാറ്റ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടേബിളാണ്. ഇവിടെ കാണാൻ പറ്റും, ഇതൊരു വലിയ ടേബിളാണ്. അറൗണ്ട് 57 റോസ് ഉണ്ട്, അത് ഒരുപാട് കോളംസും ഉണ്ട്. ഓക്കെ, അതായത് ഈ ഡാംസിൻ്റെ ഡാറ്റാസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതിൽ ചില ഐറ്റംസ് ക്ലിക്കബിൾ ആണ്, അതായത് ലിങ്ക് ഉള്ള ഡാറ്റാസ് ആണ്, ഹൈപ്പർ ലിങ്ക്ഡ് ടെക്സ്റ്റ് ആണ്. അപ്പോൾ ഈ ഇതിലെ ഡാറ്റ സ്ക്രാപ്പ് ചെയ്യുന്ന വഴി എനിക്ക് ഈ ടേബിളിലെ മൊത്തം ഡാറ്റ കിട്ടണം. അതുപോലെ തന്നെ ഇവിടെ ക്ലിക്കബിൾ ആയിട്ടുള്ള ലിങ്ക്സിൻ്റെ URL കിട്ടണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ UiPath സ്റ്റുഡിയോ വെച്ചിട്ട് അച്ചീവ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ആദ്യം സ്റ്റുഡിയോയിലേക്ക് പോകുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഒരു യൂസ് ബ്രൗസർ ആക്ടിവിറ്റി ഉപയോഗിക്കണം. ഈ ഒരു ടേബിൾ എക്സ്ട്രാക്ഷൻ ഞാൻ മൾട്ടിപ്പിൾ പാർട്സ് ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്ന് പാർട്ട് 1 ഉദ്ദേശിക്കുന്നത് ഈ ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം ആ ടേബിൾ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്ത് അതിനൊരു CSV ഫയലിലേക്ക് റൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നോർമലി നിങ്ങളൊരു ഓട്ടോമേഷൻ ചെയ്യുകയാണെങ്കിൽ ഒരു ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്തു, ആ ഡാറ്റയെ വെച്ച് നിങ്ങൾക്ക് വേറെ ഓട്ടോമേഷൻസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമല്ലോ. അതായത് ആ ഡാറ്റയെ നിങ്ങൾക്ക് മാനിപ്പുലേറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് അതിൽ തന്നെ ഡിഫറെൻറ്റ് ലിങ്ക്സ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് നിങ്ങൾക്ക് ഓട്ടോമേഷൻ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ നോർമലി നിങ്ങളൊരു പ്രൊജക്റ്റിലേക്ക് വർക്ക് ചെയ്യുമ്പോൾ ചെയ്യാം. അപ്പോൾ ഈ ഒരു സിനാരിയോയിൽ ഞാൻ ജസ്റ്റ് ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു, ആ ടേബിളിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നു, ഒരു CSV ഫയലിലേക്ക് റൈറ്റ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പാർട്ട് 1. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ യൂസ് ആപ്ലിക്കേഷൻ /ബ്രൗസർ യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് ജസ്റ്റ് സ്ക്രീൻ ഇൻഡിക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് ബ്രൗസറിൽ. ഓക്കെ, ഞാൻ ജസ്റ്റ് ബ്രൗസർ ഇൻഡിക്കേറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഞാനൊന്ന് കൺഫേം ചെയ്യാണ്. ഇവിടെ ഓപ്പൺ പ്രോപ്പർട്ടി ഞാൻ ഓൾവേസ് കൊടുക്കുകയാണ്, എനിക്കിത് എപ്പോഴും ഓപ്പൺ ചെയ്ത് കിട്ടണം. അതുപോലെ തന്നെ ക്ലോസ് പ്രോപ്പർട്ടി ഞാൻ ഓൾവേസ് കൊടുക്കുകയാണ്. കാരണം ഇതിനകത്തുള്ള ഓട്ടോമേഷൻസ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ആ ബ്രൗസർ പേജ് ഓപ്പൺ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ക്ലോസ് പ്രോപ്പർട്ടിയും ഓൾവേസ് കൊടുത്തത്. അടുത്തായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യണം അല്ലേ? അതിനായിട്ട് ഇവിടെ ടേബിൾ എക്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം സെലക്ട് ഡാറ്റ ടു എക്സ്ട്രാക്ട്, ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ഡാറ്റ സ്ക്രാപ്പ് ചെയ്തെടുക്കേണ്ട ആ ടേബിളിനെ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ മൊത്തം ടേബിൾ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ മൊത്തം ടേബിളിനെയാണ് സെലക്ട് ചെയ്ത് കൊടുത്തത്. അതല്ല, നിങ്ങൾക്ക് ആദ്യത്തെ ഒരു കോളം മാത്രം നിങ്ങൾ ചൂസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റുഡിയോ തന്നെ നിങ്ങളോട് ചോദിക്കും ഇതിലുള്ള എല്ലാ ഡാറ്റയും എക്സ്ട്രാക്ട് ചെയ്യണമെന്ന്. അപ്പോൾ നിങ്ങൾ യെസ് കൊടുത്തു കഴിഞ്ഞാൽ മൊത്തം ഡാറ്റ കിട്ടും. ഈ ഒരു സിനാരിയോയിൽ ഞാൻ മൊത്തം ടേബിളും സെലക്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് ആ 57 റോയ്സും, ഇവിടെ 58 എന്ന് കാണിക്കുന്നത് അതിൻ്റെ കോളം ആ ഹെഡറും കൂടി കൂട്ടിയിട്ടാണ്. അപ്പോൾ നോർമലി നമുക്ക് 57 റോസ് ആണ് ഇതിലുള്ളത്. അപ്പം ഇതിൻ്റെ ഒരു പ്രിവ്യൂ കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ പ്രിവ്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മൊത്തം ഡാറ്റ എക്സ്ട്രാക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നെയിം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, നെയിമിന് ആക്ച്വലി ഒരു ലിങ്ക് ഉണ്ടല്ലേ? അപ്പോൾ അതാണ് നെയിം, അതിൻ്റെ ലിങ്ക്. അപ്പോൾ അങ്ങനെ ലിങ്ക് ഉള്ള ടെക്സ്റ്റുകളുടെ എല്ലാ ലിങ്കും എക്സ്ട്രാ ഒരു കോളമായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ ചില റിവേഴ്സിന് URL ഉണ്ട്, ആ URLs നമുക്കിവിടെ എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മൊത്തം ഡാറ്റ ഇവിടെ എക്സ്ട്രാക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് ഡയറക്റ്റ്ലി ഒരു CSVയിലേക്ക് റൈറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എക്സ്പോർട്ട് ആ CSV കൊടുത്ത് ജസ്റ്റ് സേവ് ചെയ്താൽ മതി. ഇങ്ങനെ നമ്മൾ എക്സ്പോർട്ട് CSV കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഓട്ടോമേഷൻ പെർസ്പെക്റ്റീവിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ആ ഫയലിൽ നമുക്ക് സേവ് ചെയ്ത് കിട്ടി, അത്രയേ ഉള്ളൂ. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതിന് നമ്മളൊരു CSV ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്ന ഒരു റോബോട്ടിനെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നു. ഫൈനലി ആ റോബോട്ട് ഒരു CSV ഫയൽ റൈറ്റ് ചെയ്ത് നമുക്ക് വേണ്ടി വെക്കുന്നു. നമ്മളത് എപ്പോഴൊക്കെ റൺ ചെയ്യുന്നോ ആ സമയത്തൊക്കെ. മേ ബി നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ ഈ ഒരു എക്സ്ട്രാക്ട് ചെയ്ത ഡാറ്റ വെച്ചിട്ട് കുറച്ചും കൂടി സ്റ്റെപ്സ് ഓട്ടോമേഷൻ ചെയ്യുന്നു. അപ്പോൾ അതാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്യുന്നു, അതിനുശേഷം സേവ് ആൻഡ് ക്ലോസ് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എക്സ്ട്രാ ടേബിൾ ഡാറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിറ്റി ക്രിയേറ്റ് ആയിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എക്സ്ട്രാ ഡാറ്റ ടേബിൾ എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് റൈറ്റ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് ഇതിന് ജസ്റ്റ് ഒരു CSV ഫയലിലേക്ക് റൈറ്റ് ചെയ്യണം അല്ലേ?
അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് ആക്ടിവിറ്റി യൂസ് ചെയ്യാം? റൈറ്റ് CSV. ജസ്റ്റ് ഈ റൈറ്റ് CSV ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം റൈറ്റ് ഫ്രം വിച്ച് ഡാറ്റ ടേബിൾ? എക്സ്ട്രാ ഡാറ്റ ടേബിൾ, റൈറ്റ്? അപ്പോൾ എക്സ്ട്രാ ഡാറ്റ ടേബിളിനെ ഇവിടെ ചൂസ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിവിടെ പാത്ത് കൊടുക്കണം. ഒരു എക്സ്റ്റേണൽ ഫോൾഡറിലേക്കാണ് സേവ് ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ആ ഫോൾഡറിൻ്റെ കംപ്ലീറ്റ് പാത്ത് അതിൻ്റെ എൻഡിൽ നമുക്ക് വേണ്ട ഫയൽ നെയിം .csv അങ്ങനെ വേണം കൊടുക്കാൻ. ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഇവിടെ ഒരു ഫയൽ നെയിം .csv ആണ് കൊടുക്കുന്നത്. ഫയൽ നെയിം ഞാൻ കൊടുക്കുന്നു table.csv. അപ്പോൾ ഈ എക്സ്റ്റൻഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, എന്നാൽ മാത്രമേ നമുക്ക് ഡയറക്റ്റ്ലി CSV ഫയലായിട്ട് ഓപ്പൺ ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ table.csv എന്ന് കൊടുത്തു. ഇങ്ങനെ ഡയറക്റ്റ് കൊടുത്താൽ എന്താ സംഭവിക്കുക? നമ്മുടെ ഈ പ്രൊജക്റ്റ് ഫോൾഡർ ഏതാണോ ആ ഫോൾഡറിലായിരിക്കും ഈ ഫയൽ ക്രിയേറ്റ് ആവുക. അതുപോലെ തന്നെ ഇൻക്ലൂഡ് ഹെഡേഴ്സ് ചെക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ കൊടുത്താൽ മാത്രമേ നമ്മുടെ ആ ടേബിളിലെ ഹെഡേഴ്സും കൂടി നമുക്ക് റൈറ്റ് ചെയ്ത് കിട്ടുള്ളൂ. അത്രയേ ഉള്ളൂ. ഓക്കെ, ഞാനിത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഓൾറെഡി ഓപ്പൺ ആയിരിക്കുന്ന ഈ ഒരു ബ്രൗസർ ക്ലോസ് ചെയ്യും. നമുക്ക് ഇതിനൊന്ന് റൺ ചെയ്ത് നോക്കാം. വിക്കി പേജ് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, കുറച്ച് ആക്ടിവിറ്റീസ് നടന്നിട്ടുണ്ട്, ഇത് ക്ലോസ് ആയിട്ടുണ്ട്. നമുക്കിവിടെ ഔട്ട്പുട്ട് ജസ്റ്റ് ചെക്ക് ചെയ്യാം എത്ര സെക്കൻഡ്സ് എടുത്തു എന്ന്. 4 സെക്കൻഡ് കൊണ്ട് ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ടെസ്റ്റ് ചെയ്യേണ്ടത്? നമ്മുടെ CSV ഫയൽ റൈറ്റ് ചെയ്ത് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ലേ. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഇവിടെ പ്രോജക്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു, പ്രോജക്റ്റ് ഫോൾഡറിലേക്ക് പോകുന്നു. യെസ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ടേബിൾ എന്ന് പറഞ്ഞൊരു CSV ഫയൽ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു 18 KB സൈസും ഉണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ എൻ്റെ ഡാറ്റ, അതായത് ആ 57 റോ ഡാറ്റയും ഇവിടെ സ്ക്രാപ്പായി വന്നിട്ടുണ്ട്. എവിടെയൊക്കെ ലിങ്ക്സ് ഉണ്ടോ അതിൻ്റെയൊക്കെ URL നമുക്ക് സ്ക്രാപ്പ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തായിട്ട് എനിക്ക് ഈ ഒരു ഡാറ്റയെ മാനിപ്പുലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് മറ്റു ഓട്ടോമേഷൻസ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ CSV ഫയലിനെ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളൊരു വേരിയബിളൊക്കെ റൈറ്റ് ചെയ്തിട്ടില്ലേ എക്സ്ട്രാ ഡാറ്റ ടേബിൾ എന്ന് പറഞ്ഞിട്ട്, ആ വേരിയബിൾ വെച്ചിട്ടോ എനിക്ക് ഓട്ടോമേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പാർട്ട് 1 ഇതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ പാർട്ട് 2 ഇത് വെച്ചിട്ടുള്ള അടുത്തൊരു ഓട്ടോമേഷൻ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക, സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാപ്പി ഓട്ടോമേഷൻ വിത്ത് ടോക്സ് ഓൺ ബോർഡ്സ് മലയാളം. താങ്ക് യു.